ഒരിക്കൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രത്യക്ഷനായി എന്നും ഇപ്പോൾ പിതാവിന്റെ അടുക്കൽ നമുക്കായി പ്രത്യക്ഷനായിരിക്കുന്നു എന്നും ഇനിയും അധികം താമസിയാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ രണ്ടാമത് പ്രത്യക്ഷനാകും എന്നും തിരുവെഴുത്തിലൂടെ നമുക്ക് വായിച്ച് കേൾക്കാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതകൾ, ഒന്ന് ഭൂതകാലം, മറ്റൊന്ന് വർത്തമാനകാലം, മറ്റൊന്ന് ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഈ തിരുവചനം ഇങ്ങനെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടപ്പോൾ നമ്മുടെ ദേശത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഇന്ന് കൂടി വന്ന കൂട്ടു സഹോദരങ്ങളോട് ദൈവസ്നേഹത്തിൽ ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഹൃദയത്തിൽ ഒരു ഉൾപ്രേരണ ലഭിച്ചത് കൊണ്ടാണ് ഈ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മധ്യയിൽ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സുവിശേഷത്തിന്റെ കാതലായിരിക്കുന്ന സന്ദേശം എന്താണ്? കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. പ്രിയമുള്ളവരെ, സകലരോടും സുവിശേഷം പ്രസംഗിക്കണമെന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയാണ് എന്നുള്ളത് നാം തിരിച്ചറിയുക. ആ കൽപ്പന ഏറ്റെടുത്തുകൊണ്ടാണ് തെക്കൻ പ്രദേശങ്ങളിൽ നിന്ന്, അതുപോലെ മധ്യ തിരുവിതാംകൂറിൽ നിന്ന്, വടക്കൻ പ്രദേശങ്ങളിൽ നിന്നൊക്കെ അനേകം ദൈവദാസന്മാർ ഈ അട്ടപ്പാടിയുടെ ദേശത്തെ വിവിധ ഇടങ്ങളിലൊക്കെ കടന്നു വന്ന് കർത്താവിന്റെ വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്രകാരം ശുശ്രൂഷ ചെയ്യുന്ന വിലപ്പെട്ട ദൈവദാസന്മാർ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് ഒരു കെട്ടുകഥയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു ചരിത്ര സത്യമാണ്. എന്നാൽ എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്? ഒരിക്കൽ സുവിശേഷവുമായിട്ട് ഒരു ഭവനത്തിൽ കടന്നു ചെന്നപ്പോ ആ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവര് ആ സുവിശേഷം അവരോട് പറയാൻ തുടങ്ങിയപ്പോഴേ ഇങ്ങോട്ട് പറഞ്ഞു, യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് ധാരാളമായിട്ട് അറിയാം, ഞങ്ങൾ യേശുവിനെ അറിഞ്ഞവരാണ്, അതുകൊണ്ട് ഇനി ഞങ്ങൾക്കത് കേൾക്കേണ്ടതില്ല, കേൾക്കാത്തവരോട് നിങ്ങൾ പോയിട്ട് ഇത് പങ്കുവെക്കണമെന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഞാൻ ഇങ്ങനെ ഓർക്കുന്നു. അപ്പൊ ഞാൻ ആ പ്രിയപ്പെട്ടവരോട് വളരെ സ്നേഹത്തോടെ ഇങ്ങനെ പറഞ്ഞു, യേശുവിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമാണ്, നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ. എന്നാൽ ഒരു ചോദ്യം നമ്മുടെ ഉള്ളത്തോടെ ദൈവം ഇടപെടുമ്പോ അതിനൊരു മറുപടി പറയാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്താണ് പ്രയോജനമുണ്ടായത്? യേശു ലോകത്തിൽ വന്നത് സത്യമാണ്, യേശു അവനെ കുറിച്ച് നിങ്ങൾക്കറിയാം. പക്ഷെ യേശു വന്നതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ പ്രയോജനം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞ മറുപടി ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ അനേകര് പറയുന്ന ഒരു മറുപടി തന്നെയായിരിക്കാം. അവർ പറഞ്ഞത്, ഞങ്ങൾ ഒന്നുമില്ലാത്തവരായിട്ട് ഈ ദേശത്ത് വന്നു, ഒരു ചെറ്റക്കുടിലാണ് ഞങ്ങൾ താമസിച്ചത്, പക്ഷെ ദൈവം ഞങ്ങൾക്ക് ഇന്ന് മനോഹരമായ ഒരു ഭവനം തന്നു. ഒരു അല്പം ഉയർന്ന സ്ഥലത്താണ് അവരുടെ വീട്. താഴ്ഭാഗം നല്ല തേയിലത്തോട്ടവും അതുപോലെയുള്ള നല്ല ഫലവത്തായ കൃഷിയിടങ്ങളുമുണ്ട്. അവരത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് ഈ കാണുന്നതൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായി, ഇതൊക്കെ ദൈവം ഞങ്ങൾക്ക് തന്നു എന്ന് പറയാനിടയായി. പ്രിയമുള്ളവരെ, ഞാൻ അവരോട് വളരെ സ്നേഹത്തോടെ ഇങ്ങനെ ചോദിച്ചു, യേശുക്രിസ്തു ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവർക്ക് താമസിക്കാൻ വീടില്ലായിരുന്നു, ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് കൃഷിസ്ഥലമില്ലായിരുന്നു, ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ജീവിക്കാനുള്ള വഴികളില്ലായിരുന്നു. ഇതൊക്കെ നൽകാൻ വേണ്ടിയാണോ യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ മൗനമായിട്ട് നിന്നു. പ്രിയമുള്ളവരെ, നാം വായിച്ച ആ ദൈവവചനം നാം വളരെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇപ്രകാരമാണ് നാം വായിച്ചു, എന്നാൽ അവൻ ലോകാവസാനത്തിൽ, ലോകാവസാനം എന്ന മലയാളം ബൈബിൾ എഴുതിയത് യുഗാവസാനം എന്നാണ്,
ലോകം അവസാനിച്ചിട്ടില്ല. യുഗത്തിന്റെ അവസാന ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനത്തിൽ യുഗാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലുള്ള ആദ്യത്തെ പ്രത്യക്ഷത പ്രിയമുള്ളവരെ സ്വന്തം യാഗം കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ചോദ്യം വീണ്ടും ഉണ്ടാകുന്നു, എന്തിനാണ് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്നത്? പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയില്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്? അത് തൊട്ടടുത്ത വാക്യത്തിലുണ്ട്. അതിങ്ങനെയാണ് നാം വായിച്ചു കേട്ടത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. വളരെ ഗൗരവത്തോടെ പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു സ്വന്തം യാഗത്താൽ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിലേക്ക് വന്നത്? കർത്താവ് യേശു കർത്താവ് പ്രിയമുള്ള അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ലേഖനം എഴുതുമ്പോ, ഈ സന്ദേശം പങ്കുവെക്കുമ്പോ തന്റെ മുന്നിലുള്ള കേൾവിക്കാർ അധിക പങ്കാളുകളും യഹൂദ മതത്തിൽ നിന്ന് യേശുവിനെ അറിഞ്ഞ് മുന്നോട്ട് വന്ന ആളുകളാണ്. എന്നാൽ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കടന്നു വന്നപ്പോ, പ്രിയമുള്ളവരെ, ചില പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിൽ പലരും ക്രിസ്തുവിനെ വിട്ട് പഴയതിലേക്ക് തിരിച്ചു പോകാൻ വെമ്പൽ കൊള്ളുമ്പോ അപ്രകാരമുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും കൂടെയാണ് ഈ ലേഖന ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്നുകൂടെ പറഞ്ഞാൽ, തിരിച്ചുപോയാൽ നാശത്തിലേക്കാണ് യാത്ര എന്ന കർശനമായ ഭാഷ ഈ തിരുവഴുത്തിൽ കാണാനായിട്ട് കഴിയും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു എന്ന ശക്തമായ സന്ദേശമൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുകയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, യാഗത്തെ കുറിച്ച് പറയുമ്പോ അവർക്കത് നല്ല പരിചയമുള്ള കാര്യമാണ്. യെരൂശലേം ദേവാലയത്തിൽ അനേകം ആളുകൾ കടന്നു വരുന്നു. പാപങ്ങൾക്ക് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി മൃഗങ്ങളെ യാഗം കഴിക്കുകയാണ്. പക്ഷേ യാഗത്തിന്റെ പ്രമാണം കൊടുത്തപ്പോ ഒരു ഊനമില്ലാത്ത മൃഗത്തെയാണ് യാഗം കഴിക്കേണ്ടത് എന്ന പ്രമാണം ദൈവം നൽകിയിരുന്നു. ന്യായപ്രമാണത്തിലൂടെ അവർക്ക് ലഭിച്ചു. അതുകൊണ്ടൊരു യാഗമൃഗത്തെ അവർ കൊണ്ടുവരുമ്പോ അതിനെ നന്നായി പരിശോധിക്കുകയാണ്. ഒരു ഊനമില്ലെന്ന് ബോധ്യപ്പെട്ട് അന്നത്തെ പുരോഹിതർ അതിന് ആ സാക്ഷ്യപത്രം നൽകി. അങ്ങനെയാണ് ഒരു മൃഗത്തെ യാഗം കഴിക്കുന്നത്. എന്തിനാണ് യാഗം കഴിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ മൃഗത്തെ ഒരുവൻ കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവന്ന വ്യക്തി ദൈവത്തോട് പാപം ചെയ്തു. അവൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ടാണ് ഒരു ഊനമില്ലാത്ത മൃഗത്തെ അവിടെ യാഗമർപ്പിക്കുന്നത്. അപ്പോൾ ഓർക്കണം, എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു പ്രമാണം നൽകിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എന്റെ പേര് കുര്യാച്ചൻ എന്ന വ്യക്തി പാപം ചെയ്തു. പ്രിയമുള്ളവരെ, ഞാൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ എന്റെ മേലാണ് വരേണ്ടത്. എന്നാൽ എന്നെ ശിക്ഷിക്കുന്നതിന് പകരം ആ പാപപരിഹാരത്തിന് വേണ്ടി ഊനമില്ലാത്ത, ഒരു കുറ്റവുമില്ലാത്ത, ഒരു ന്യൂനതയുമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെയോ ഒരു കാളക്കിടാവിനെയോ കൊണ്ടുവന്ന് യാഗം കഴിക്കുകയാണ്. യാഗം കഴിക്കുമ്പോൾ ഈ പാപം ചെയ്ത മനുഷ്യൻ തന്റെ കൈ, പ്രിയമുള്ളവരെ, ഈ മൃഗത്തിന്റെ മേൽ വെച്ച് തന്റെ കുറ്റം, തന്റെ പാപം ഈ പാപപ്പെട്ട ഊനമില്ലാത്ത മൃഗത്തിന്റെ മേൽ ചുമത്തുകയാണ്. അതിനുശേഷം ഈ മനുഷ്യന്റെ മുമ്പിൽ വെച്ച് ഈ പാപപ്പെട്ട മൃഗത്തെ കഴുത്തറുക്കുമ്പോൾ അത് രക്തം ചിന്തി, അത് പിടഞ്ഞു മരിക്കുകയാണ്, അത് ചാകുകയാണ്. അത് ചാകുന്നത് കാണുന്ന മനുഷ്യൻ തിരിച്ചറിയണം, ഇതുപോലെ അറുക്കപ്പെടേണ്ടത് നീയാണ്. നിന്റെ സ്ഥാനത്ത് ഒരു കുറ്റവുമില്ലാത്ത ഒരു മൃഗം
ഇവിടെ പെടഞ്ഞു മരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിലൂടെ പാപപരിഹാരം ഈ വ്യക്തിക്ക് വേണ്ടി മറ്റൊരു മൃഗം യാഗമാകുന്നതിലൂടെ തനിക്ക് പാപക്ഷമ ലഭിക്കുന്നത് മാത്രമല്ല, ഈ പെടഞ്ഞു മരിക്കുന്ന ചാകുന്ന മൃഗത്തിന്റെ കാഴ്ച ഇവന്റെ ഉള്ളിൽ പതിയണം. ഇനി നിനക്ക് വേണ്ടി ഒരു ഊനമില്ലാത്ത മൃഗം കൊല്ലപ്പെടാൻ ഇടയാകരുത്, അഥവാ ഇനി നീ പാപത്തിലേക്ക് പോകരുത്. പ്രിയമുള്ളവരെ, പക്ഷേ മനുഷ്യൻ ഇതെല്ലാം പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസായി മാറി ഇങ്ങനെ യാഗങ്ങളുടെ ഒരു പെരുമഴ തന്നെ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഈ കാലഘട്ടത്തിലാണ് മനുഷ്യവർഗത്തിന്റെ പാപത്തെ പരിഹരിക്കാൻ, ചുമന്നൊഴിക്കാൻ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന്. പ്രിയമുള്ളവരെ, അപ്പോൾ ഓർക്കുക, യേശു ക്രിസ്തു ആ സ്വന്തം യാഗത്താൽ സ്വയം യാഗമായി തന്നെ യാഗമാക്കിക്കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി ഒരിക്കൽ പ്രത്യക്ഷനായി. വീണ്ടും എടുത്തു പറയുന്ന വാക്ക്, എന്തിനാണ് പാപപരിഹാരം? പാപപരിഹാരം വരുത്തിയില്ലെങ്കിൽ കുഴപ്പമെന്താണ്? വചനം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. എല്ലാവരും ചിന്തിക്കുന്നത് മരണം കൊണ്ടെല്ലാം അവസാനിക്കും. പാപത്തിൽ മരിച്ചു പോകുന്ന സകല മനുഷ്യരും ഈ നിത്യ ശിക്ഷാവിധിയിലേക്ക് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയ നിത്യാഗ്നിയിലേക്ക് പോകും എന്നുള്ളത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. തിരുവെടുത്തത് ആധികാരികമായി അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. ഇവിടെയാണ് യേശു ക്രിസ്തുവിന്റെ യാഗത്തിന്റെ സവിശേഷത, പ്രത്യേകത നാം എടുത്തോർക്കുന്നത്. വചനം പറയുന്നു, എന്തിനാണ് യേശു ഒരിക്കൽ പ്രത്യക്ഷനായത്? ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട് എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? എന്തിനാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്? പ്രിയമുള്ളവരെ, യേശുവിന്റെ ക്രൂശ് മരണം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഞാനൊരു യാക്കോബായ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. യാക്കോബായ പള്ളിയില് ഒരു അൾത്താരയും മന്ദവായിൽ ശുശ്രൂഷക്കാരനായിട്ടൊക്കെ കുറെ നാളുകൾ ഇങ്ങനെ പോയ ഒരു ജീവിതകാലം എനിക്കുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഞാൻ പള്ളിയോടുള്ള ബന്ധത്തിലൊക്കെ എല്ലാ കാര്യങ്ങളിലും ഉത്സാഹത്തോടെ പോകുമ്പോൾ തന്നെ എന്റെ കുടുംബാന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു തകർന്ന കുടുംബാന്തരീക്ഷമായിരുന്നു. എന്റെ അപ്പച്ചൻ ഒരു തികഞ്ഞ മദ്യപാനി. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ മദ്യപിച്ച് എന്നും വഴക്കുണ്ടാക്കുന്ന ഒരു പിതാവ്, തകർന്നടിയുന്ന കുടുംബാന്തരീക്ഷം, സമാധാനമില്ലാതിരിക്കുന്ന ഒരു ജീവിതം. രണ്ടാമത്തെ സിനിമ കണ്ട റോഡിലിരുന്ന് നേരം വെളുപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു കാലഘട്ടം. പ്രിയമുള്ളവരെ, അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും പള്ളിയിൽ പോകുന്നുണ്ട്. എന്റെ അപ്പച്ചനും പള്ളിയിൽ പോകുന്നുണ്ട്. 50 നോയമ്പൊക്കെ വരുമ്പോ പിറവം രാജാക്കളുടെ പള്ളിയിൽ പുറത്ത് പോയി 3 ദിവസമൊക്കെ ഭജനമൊക്കെ ഇരുന്ന് തിരിച്ച് ഈസ്റ്ററിന് നാട്ടിലെ വീട്ടിലേക്ക് വരുമ്പോ പ്രിയമുള്ളവരെ, പലപ്പോഴും 4 കാലിലാണ് എന്റെ വീട്. ഒരു 8-10 സ്റ്റെപ്പ് വീട്ടിലേക്ക് കയറി വരണം. ആ സ്റ്റെപ്പിന്റെ പിതാവ് കയറി വരുന്നത് മുട്ടുകുത്തിയാണ്. നടന്നു കയറാൻ പറ്റാതെ വണ്ണം, നിൽക്കാൻ കഴിയാതെ വണ്ണം. അപ്പൊ ഒരു ദുഃഖവെള്ളി ആചരിച്ചു, ഒരു ദുഃഖശനി ആചരിച്ചു, ഈസ്റ്ററും ആചരിച്ചു വീട്ടിലേക്ക് വരുന്നത് 4 കാലിൽ എന്ന് പറയുമ്പോ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഈ ഒരു തകർന്ന അന്തരീക്ഷം എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തെ അറിയാൻ ഒരു മുഖാന്തരമായി. 24-25 വയസ്സിലാണ് ഞാൻ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയാനും രക്ഷയിലേക്ക് വരാനൊക്കെ ഇടയായി തീർന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, എല്ലാ ക്രൈസ്തവരും ഒരു ദുഃഖവെള്ളി ആചരിക്കുന്നുണ്ട്, ഒരു ദുഃഖശനി ആചരിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. എത്ര ഭയഭക്തിയോടെയാണ് യേശുവിന്റെ പീഡാസഹനത്തെ കുറിച്ച് ഓർക്കുന്നത്. എന്നാൽ ഈസ്റ്ററിന്റെ ദിവസമാകുമ്പോൾ പ്രിയമുള്ളവരെ, എല്ലാ നിലയിലും
മദ്യപിച്ചും അതുപോലെ മനുഷ്യൻ അതുവരെ എങ്ങനെയായിരുന്നുവോ അതിനേക്കാൾ കുറെ കൂടെ പാപത്തിൽ തുടരുന്ന സാഹചര്യങ്ങൾ ക്രൈസ്തവരുടെ ഇടയിൽ പോലും പെരുകുമ്പോ നമ്മൾ തിരിച്ചറിയേണ്ടത് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നത് വ്യക്തി ജീവിതങ്ങളിൽ അല്പം പോലും സ്വാധീനം ചെലുത്തുന്നില്ല. അത് കേവലം ഒരറിവ് മാത്രമായിട്ട് നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശു മരിച്ചെന്ന് എല്ലാവർക്കും അറിയാം, യേശു ഉയർത്തുന്ന എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു ചോദ്യം വരികയാണ്, യേശു മരിച്ചതുകൊണ്ട് വ്യക്തിപരമായി എന്ത് പ്രയോജനമുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കഴിയാതെ പോകുകയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നാം നോക്കുമ്പോ 3 കള്ളന്മാരെയാണ്, ഇരു കള്ളന്മാരെ, ഒരുവന് ഇടത്തും ഒരുവന് വലത്തുമായി അങ്ങനെ ക്രൂശിച്ചിരിക്കുന്നു. റോമൻ ശിക്ഷാക്രമം അനുസരിച്ച് ഏറ്റവും ക്രൂരരായിട്ടുള്ള കുറ്റവാളികളെയാണ് മരത്തിൽ തൂക്കി കൊല്ലുന്നത്. പ്രിയമുള്ളവരെ, ഒരു സാധാരണക്കാരൻ നോക്കുമ്പോ 3 ക്രൂശിൽ 3 കുറ്റവാളികൾ കിടക്കുന്നു എന്നേ പറയുള്ളൂ. എന്നാൽ നടുവിലത്തെ ക്രൂശിൽ കിടക്കുന്ന യേശു ഒരു പാപം പോലും ചെയ്യാത്തവനാണ്. എന്നാൽ മറ്റൊരു സത്യം നാം തിരിച്ചറിയേണ്ടത്, പ്രിയമുള്ളവരെ, ഇടത്തും നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇടത്തും വലത്തും ക്രൂശിച്ച കള്ളന്മാർ അവർ കള്ളന്മാരാണ്, അവർ ദുഷ്കർമ്മികളാണ്. അവർ റോമൻ ശിക്ഷാക്രമം അനുസരിച്ച് ക്രൂശിൽ തൂക്കി കൊല്ലാൻ അവരതിന് യോഗ്യരാണ്. അവർ തന്നെ പറയുന്നുണ്ട്, നാം അർഹമായതാണ് സ്വീകരിച്ചതെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, അങ്ങനെ അർഹമായത് സ്വീകരിച്ച ആ കള്ളന്മാരുടെ മുഖത്ത് ആരും തുപ്പിയില്ല. അർഹമായത് സ്വീകരിച്ച ആ കള്ളന്മാരുടെ ശിരസിൽ ആരും മുൾക്കിരീടം ചടിച്ചില്ല. അർഹമായ തെറ്റിന്റെ ശിക്ഷ ഏറ്റെടുത്ത് ക്രൂശിൽ തൂക്കിക്കൊല്ലാൻ മതിച്ച ആ കള്ളന്മാരുടെ ശരീരം ആരും ചാട്ടവാറ് കൊണ്ട് അടിച്ചു കീറിയില്ല. അർഹമായ ശിക്ഷ വിധിച്ച് ക്രൂശിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ച ആ കള്ളന്മാരുടെ താടിരോമങ്ങൾ അവരാരും പിഴുതെടുത്തില്ല. യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുമ്പോ ന്യായാധിപൻ പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റവുമില്ലെന്ന്. ഒരു കുറ്റവുമില്ലാത്ത, ഒരു പാപം പോലും ചെയ്യാത്ത യേശുവിനെ അവർ മുഖത്ത് മാറി മാറി തുപ്പി യേശുവിന്റെ മുഖത്തടിച്ചു. പ്രിയമുള്ളവരെ, യേശുവിനെ തുപ്പിയിട്ട് യേശുവിന്റെ മുഖത്ത് കൈ കൊണ്ടടിച്ചാൽ അടിക്കുന്നവന്റെ കൈ മുഴുവൻ തുപ്പലമാണ്. അതുകൊണ്ട് അവർ കൈകൊണ്ടല്ല അടിച്ചത്. മീഖാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു, ജനത്തിന്റെ അധിപതിയെ അവർ എന്ത് ചെയ്യുന്നു? കോല് കൊണ്ടടിച്ചെന്ന്. യേശുവിന്റെ മുഖത്തവർ കോല് കൊണ്ടാണ് അടിച്ചത്. മുള്ളുകൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കി യേശുവിന്റെ ശിരസിൽ വെച്ചിട്ട് ഒരു പടയാളി കോല് കൊണ്ടടിച്ചപ്പോ അനേക മുള്ളുകൾ യേശുവിന്റെ തലയോട്ടിയിലേക്ക് ആഴ്ന്നിറങ്ങി. സഹോദരങ്ങളെ, യേശുവിന്റെ മുഖത്തുകൂടെ രക്തം താഴോട്ടൊഴുകുകയാണ്. ആ രക്തത്തുള്ളികൾ കൈകൊണ്ടൊന്ന് തുടയ്ക്കാൻ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും തന്റെ ഇരു കൈകളും ഇരുഭാഗത്തേക്ക് വലിച്ചു വെച്ച് ആ മരത്തടിയോട് ചേർത്തടിച്ചിരിക്കുകയാണ്. യേശുവിനെ ക്രൂശിൽ കിടക്കുന്ന കാഴ്ച കണ്ടാൽ പ്രവാചകൻ പ്രവചനാത്മാവിൽ പറഞ്ഞു, അവനെ കണ്ടാൽ ആളാണെന്ന് പോലും തിരിച്ചറിയില്ല. എന്തിനാണ് പ്രിയമുള്ളവരെ യേശുവിനെ മാത്രം ഇങ്ങനെ ചെയ്തത്? പ്രിയമുള്ളവരെ, കുറ്റവാളികളെ മുഴുവൻ ഇങ്ങനെ ചെയ്യുന്ന പതിവുണ്ടെങ്കിൽ യേശുവിന്റെ ഇടത്തും വലത്തും ക്രൂശിച്ച കള്ളന്മാരെ ഇതുപോലെ ചെയ്യണ്ടേ? അവരാരും അവരുടെ മുഖത്ത് തുപ്പിയില്ല, അവരെ അടിച്ചില്ല. പ്രിയമുള്ളവരെ, അവരെ താടിരോമങ്ങൾ പിടിതെടുത്തില്ല. യേശുവിന് മാത്രം എന്തിനു വേണ്ടി ഇത് ചെയ്തു? നാം ഓർക്കണം, ഇവിടെയാണ്
ആ യാഗമൃഗത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. പാപം ചെയ്ത മനുഷ്യൻ തന്റെ പാപപരിഹാരത്തിനു വേണ്ടി ഊനമില്ലാത്ത ഒരു മൃഗത്തെയും കൊണ്ട് പുരോഹിതന്റെ അടുക്കൽ വരികയാണ്. പുരോഹിതൻ അതിനെ പരിശോധിച്ചു, ഒരു കുറ്റവുമില്ലെന്ന് സാക്ഷ്യപത്രം നൽകി. എന്നിട്ട് പാപം ചെയ്ത മനുഷ്യന്റെ ഈ കുറ്റം ഈ മൃഗത്തിന്റെ മേൽ വെച്ചു കൊടുത്തു. എന്നിട്ട് മൃഗത്തിന്റെ കൈത്തറുക്കുമ്പോൾ ആ മൃഗം രക്തം ചിന്തി പെടഞ്ഞു മരിക്കുന്ന കാഴ്ച കണ്ടിട്ട് പാപം ചെയ്ത മനുഷ്യൻ പറയണം, ഇനി നീ പാപത്തിൽ തുടരുമോ അതോ പാപം വിട്ടൊഴിയുമോ? മക്കളെ, എന്റെ പ്രിയ സ്നേഹിതരെ, ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ഒരു വാക്ക് നമുക്കൊന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോ, പ്രിയമുള്ളവരെ, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. നാലാമന്റെ കൃപയാൽ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. കാൽവരി ക്രൂശിലേക്ക് നോക്കുമ്പോ മാനവ കുടുംബത്തിന്റെ പാപമേറ്റെടുത്ത്, ഞാനും നിങ്ങളും ഏൽക്കേണ്ട പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് നമുക്ക് പകരക്കാരനായിട്ട് യേശു ക്രൂശിൽ മരിച്ചു. പ്രിയമുള്ളവരെ, ഈ യാഥാർത്ഥ്യം ആര് വിശ്വസിക്കുന്നുവോ ആ വിശ്വസിക്കുന്ന ഏത് കൊടും പാപിക്കും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായ രക്ഷ ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, സൗജന്യമായ രക്ഷ ലഭിക്കുകയാണ്. മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടല്ല, നാം ചെയ്ത ഒരു നീതി പ്രവൃത്തി കൊണ്ടുമല്ല, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിലൂടെ നമുക്ക് സൗജന്യമായ രക്ഷ നൽകുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിന്റെ ക്രൂശുമരണം അനേക കറിവുണ്ട്, പക്ഷേ അനേകരുടെ ഉള്ളിൽ അത് വിശ്വാസമായി മാറിയിട്ടില്ല. യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ആഴമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും എളുപ്പത്തിൽ പാപത്തിലേക്ക് പോകാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഈ യാഗമൃഗം പിടഞ്ഞു മരിക്കുന്ന കാഴ്ച കണ്ട് പ്രിയമുള്ളവർ, ഒരു മനുഷ്യനും വേഗത്തിൽ തിന്മയിലേക്ക് പോകാൻ കഴിയില്ല. പോകരുത്. അവൻ ചിന്തിക്കണം, ഇനി എനിക്ക് വേണ്ടി ഒരു ഊനമില്ലാത്ത മൃഗം കൊല്ലപ്പെടാനിടയാകരുത്. സൗജന്യമായ രക്ഷ ദൈവം മനുഷ്യവർഗത്തിനു വേണ്ടി ഒരുക്കി. പ്രിയമുള്ളവർ, ഈ രക്ഷ നാം കരസ്ഥമാക്കാതെ പോയാൽ സംഭവിക്കുന്നത് തിരുവെടുത്ത് നമ്മെ ഓർപ്പിച്ചതുപോലെ പിശാചനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയ നിത്യശിക്ഷാവിധിയിലേക്ക് നാം കടന്നു പോകുകയാണ്. താഴോട്ട് വചനം പറയുന്നത് യേശുവിനുള്ള വിശ്വാസത്താലാണ് രക്ഷയെങ്കിൽ ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏതോ മാർഗത്താൽ, കർമ്മമാർഗത്താലാണോ? അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം. ഞാനൊന്നുകൂടെ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു ചിത്രം കൂടെ കാണിക്കേണ്ട ദൈവമക്കളെ. യേശുവിനോട് കൂടെ ക്രൂശിച്ച കള്ളന്മാരെ കാണുമ്പോ ഇവര് രണ്ടുപേരും ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുവിനെ ദുഷിക്കുകയാണ്. അവര് പറഞ്ഞു, നീ അനേകരെ രക്ഷിച്ചില്ലേ, നീ നിന്നെ തന്നെ രക്ഷിക്ക, ഞങ്ങളെ രക്ഷിക്ക എന്ന് പറഞ്ഞുകൊണ്ട് അവർ യേശുവിനെ ദുഷിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നൊരു പ്രാർത്ഥന. സാധാരണ ക്രൂശിൽ കിടക്കുന്നവർ തങ്ങളെ ക്രൂശിച്ച പടയാളികളെ, ആ ഗവൺമെന്റിനെ, ആ നീതിപീഠത്തെ ശപിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഒരുവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്നു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. യേശുവിന്റെ പ്രാർത്ഥന ഒരു കുറ്റവാളിയുടെ ഹൃദയത്തെ
സ്പർശിച്ചു. അദ്ദേഹം ആ ക്രൂശിൽ കിടന്നുകൊണ്ട് തന്റെ തല യേശുവിന് നേരെ തിരിച്ചിട്ട് യേശു കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടെ ഓർക്കണമേ, ശ്രദ്ധിക്കണമേ. പ്രിയമുള്ളവരെ, ഈ ക്രൂശിലേറുന്നത് വരെ ആ കള്ളന്റെ ചിന്ത എന്താണ്? മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നു, അതുകൊണ്ട് ജീവിക്കുമ്പോ ആരെ പിടിച്ചു ഭരിച്ചിട്ടായാലും ആർക്ക് നഷ്ടം വരുത്തിയിട്ടായാലും എനിക്ക് സന്തോഷിക്കണം, എനിക്ക് ആനന്ദിക്കണം. പ്രിയമുള്ളവരെ, സ്വർഗവും നരകവും ഒക്കെ ഇവിടെയാണെന്ന് പറഞ്ഞ് ജീവിച്ച മനുഷ്യൻ ഇപ്പൊ പറയുക, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടെ ഓർക്കണേ. സഹോദരങ്ങളെ, യേശു ആ ക്രൂശിൽ കിടന്നുകൊണ്ട് തന്റെ മുഖം ആ മനുഷ്യന്റെ നേരെ തിരിച്ചിട്ട് യേശു പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പരദീസയിലിരിക്കും. അല്പം കഴിയുമ്പോ നിന്റെ ജീവൻ, നിന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടും. ഈ ശരീരത്തിൽ ആത്മാവ് വേർപെടുന്ന ആ നിമിഷം നീ എന്റെ കൂടെ പരദീസയിലായിരിക്കും. പ്രിയമുള്ളവരെ, ഓർക്കണേ, ആ മനുഷ്യൻ യേശുവിന്റെ നേരെ യേശുവിലേക്ക് നോക്കി യേശുവേ എന്ന് വിളിച്ചപ്പോ, എന്നെ കൂടെ ഓർക്കണമേ, ഞാനൊരു പാപിയാണ്, ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. യേശുവേ, നീ മരണം കൊണ്ട് അവസാനിക്കുന്നവനല്ല, നീ മരണത്തെ ജയിച്ച് നീ ഉയർത്തെഴുന്നേൽക്കും, നീ രാജാവായി വരും. നീ വരുമ്പോ എന്നെ കൂടെ ഓർക്കണേ. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ രണ്ട് പ്രത്യക്ഷതയുടെ കാര്യം ഇനി വേഗത്തിൽ പറഞ്ഞു നിർത്താം. ഒന്നാമത്, യേശു പ്രത്യക്ഷനായത് പാപപരിഹാരത്തിന് വേണ്ടിയാണ്. യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ സൗജന്യമായിരിക്കുന്ന പാപക്ഷമ ദൈവം മനുഷ്യന് നൽകുമ്പോ അനേകം ആളുകളും അത് തട്ടിക്കളഞ്ഞിട്ട് ഞങ്ങൾക്ക് സൗജന്യമായ പാപക്ഷമ വേണ്ട, ഞങ്ങൾ തന്നെ പാപക്ഷമയ്ക്ക് വേണ്ടി അധ്വാനിക്കാം, ഞങ്ങൾ തീർത്ഥാടനം നടത്താം, ഞങ്ങൾ നേർച്ചവാഴ്ച നടത്താം, ഞങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യാം, ഞങ്ങൾ പലതും ചെയ്യാം. പ്രിയമുള്ളവരെ, ചെരുപ്പിടാതെ മലയാറ്റൂരും തീർത്ഥാടന സ്ഥലങ്ങളിലേക്കൊക്കെ ഈ ജനമിങ്ങനെ കഷ്ടപ്പെടുമ്പോ, ഞാൻ ഒരിക്കൽ വയനാട്ടിൽ പോയിട്ട് തിരിച്ച ചുരം ഇറങ്ങി വരുന്ന സമയത്ത് പ്രിയമുള്ളവരെ, എന്റെ ഹൃദയത്തെ തകർത്ത ഒരു കാഴ്ച ഞാൻ കണ്ടു. എന്നറിയാമോ? അനേക പാവപ്പെട്ട സഹോദരങ്ങൾ ദുഃഖ വെള്ളിയാഴ്ച ആ അടിവാരത്തിൽ നിന്ന് ചെരുപ്പിടാതെ 8-9 കിലോമീറ്റർ ദൂരം ആ താമരശ്ശേരി ചുരം കയറുകയാണ്. ഞാൻ ഇങ്ങനെ ഓർത്ത്, ഈ പാവങ്ങളെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? മതമല്ലേ ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്? താമരശ്ശേരി ചുരം കയറിയാൽ പാപം ക്ഷമിച്ചു കിട്ടുമെന്നാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ പാപം ക്ഷമിച്ചു കിട്ടുമെങ്കിൽ എന്തിനാ യേശു ക്രൂശിൽ മരിച്ചത്? സഹോദരങ്ങളെ, ഇതുവരെ യേശുവിലൂടെയുള്ള രക്ഷ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് സൗജന്യമാണ്, ഇത് വിശ്വാസത്താലാണ് ലഭിക്കുന്നത്. യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുമ്പോ, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് പാപക്ഷമ. യേശു ഒന്നാമത് പ്രത്യക്ഷനായത് പാപപരിഹാരം വരുത്താൻ. യേശുവിന്റെ അടുത്ത പ്രത്യക്ഷത തിരുവഴുത്തിൽ നാം വായിച്ചു കേട്ടല്ലോ. അവൻ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രത്യക്ഷനായിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു. എന്തിനാണ് യേശു പിതാവിന്റെ അടുക്കൽ പ്രത്യക്ഷനായിരിക്കുന്നത്? വചനം പറയുന്നു, യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ പിതാവിന്റെ വലഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു.
ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ പക്ഷത്ത് നിന്ന് നമുക്ക് വേണ്ടി പിതാവിനോട് വാദിക്കുന്നു. എത്ര പേര് ഈ കാഴ്ച കാണുന്നുണ്ട്? നമ്മുടെ പക്ഷത്ത് നിന്ന്. ആരുടെ പക്ഷത്ത്? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, യേശുവിനെ കർത്താവായി അംഗീകരിച്ച്, യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഓരോ ദൈവ പൈതലിനും വേണ്ടി നമ്മുടെ പക്ഷത്ത് നിന്ന് പിതാവിനോട് വാദിക്കുന്ന ഒരു യേശു ക്രിസ്തു ഉണ്ട്. എന്തിനാണ് അങ്ങനെ വാദിക്കുന്നത്? ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോ നമുക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വചനം പറയുന്നു, നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും നോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ അവൻ നീതിമാനും വിശ്വസ്തനുമാകുന്നു. പ്രിയമുള്ളവരെ, ഒരു ദൈവപൈതൽ തന്റെ ജീവിതത്തിൽ വന്ന പാപം ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മുടെ പക്ഷത്ത് നിന്ന് വാദിക്കുന്ന യേശു കർത്താവ് പിതാവിനോട് പറയും, പിതാവേ, കുരിയാച്ചന് വേണ്ടി, ജോസിന് വേണ്ടി, മത്തായിക്ക് വേണ്ടി, ചിന്നമ്മയ്ക്ക് വേണ്ടി ഞാൻ ക്രൂശിൽ മരിച്ചു. അവളുടെ രക്തത്തിന്റെ വിലയാണ്. നീ അവളോട് ക്ഷമിക്കണമേ. നമ്മുടെ പക്ഷത്ത് നിന്ന് വാദിക്കുന്നവൻ. ഇത് തിരിച്ചറിയാതെയല്ലേ പ്രിയമുള്ളവരെ ഇന്നും പാപക്ഷമയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യരുടെ അടുക്കൽ പോയിട്ട് ഏറ്റുപറയാനും പ്രിയമുള്ളവരെ പലതും മനുഷ്യർ ചെയ്യുന്നത്. ഈ വചനം എത്ര ഉറപ്പ് തരുന്നു. എന്തിനാ യേശു ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായത്? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ വേണ്ടിയാണ്. മൂന്നാമത്തെ പ്രത്യക്ഷത നാം തിരുവെഴുത്തിൽ വായിച്ചല്ലോ. അതിപ്രകാരമാണ്, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. പ്രിയമുള്ളവരെ, അധികം വിശദീകരിക്കാൻ സമയമില്ലല്ലോ. യേശു രണ്ടാമത് വരും. ഒന്നാമത്തെ വരവ് സത്യമായിരുന്നെങ്കിൽ യേശുവിന്റെ രണ്ടാം വരവ് സത്യമാണ്. അതിനൊരിക്കലും മാറ്റമില്ല. മത്തായി സുവിശേഷം 24-ാം അധ്യായം യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, യേശുവേ, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണ്? യേശു കർത്താവ് നമ്പറിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്റെ സഹോദരങ്ങളെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാ. ആമുഖ സന്ദേശം പറഞ്ഞപ്പോ കർത്താവിന്റെ ദാസൻ പല കാര്യങ്ങൾ പറയാനിടയായി. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജാതിയോട് എതിർക്കുകയാണ്. എവിടെ നോക്കിയാലും മനുഷ്യൻ സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. രാജ്യങ്ങൾ പ്രിയമുള്ളവരെ ഒരു വലിയ വിപത്തിലേക്ക് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാ. ഇതിനിടയിൽ യേശു ക്രിസ്തു പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലാകുമെന്ന്. അത് ഗൗരവത്തോടെ ഓർക്കണം. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്താ നോഹയുടെ കാലത്ത് സംഭവിച്ചത്? മനുഷ്യൻ വിറ്റും നട്ടും തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും വന്നു. എന്നാൽ ജലപ്രളയം വന്ന് എല്ലാവരെയും നശിപ്പിക്കുവോളം അവരതറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നോഹയുടെ കാലത്ത് സംഭവിച്ചതെന്താ? മനുഷ്യൻ വിറ്റ്, മനുഷ്യൻ നട്ട്, തിന്ന് കുടിച്ച് വിവാഹത്തിന് കൊടുത്ത് വിവാഹം കഴിച്ചു പോന്നു. ഇത് തെറ്റാണോ? വസ്തു വിൽക്കുന്നത് തെറ്റാണോ? വസ്തു വാങ്ങുന്നത് തെറ്റാണോ? വിവാഹത്തിന് കൊടുക്കുന്നത് തെറ്റാണോ? വിവാഹം കഴിക്കുന്നത് തെറ്റാണോ? പ്രിയമുള്ളവരെ, ഇന്ന് അനേകരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ അറിയാം. എന്തിനാ പ്രാർത്ഥന? എന്തിനാ ഉപവാസ പ്രാർത്ഥന? പ്രിയമുള്ളവരെ, കർത്താവെ, വസ്തു വിൽക്കാൻ, കൊച്ചിന്റെ കല്യാണം നടക്കാൻ, പ്രിയമുള്ളവരെ, കുറെ കൂടെ അതിനെ വിശാലമാക്കാൻ, വിസ കിട്ടാൻ, ഈ ലോകത്തിന്റെ കാര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കൊണ്ട് ക്രൈസ്തവ ലോകം ഇന്ന് നിറയുകയാണ്. ഒന്ന് ശ്രദ്ധിക്കണേ. വിറ്റും നട്ടും തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. അകത്തൊരാത്മാവുണ്ട് എന്ന സത്യം മനുഷ്യൻ മറക്കുന്നു. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞില്ലേ, എന്ത് തിന്നും
എന്ത് കുടിക്കും എന്ന ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടേണ്ട. സ്വർഗസ്ഥനായ പിതാവ് ഇത് നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. മുമ്പേ നിങ്ങൾ അവന്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടെ ഇത് നിങ്ങൾക്ക് കിട്ടും. എത്ര പേര് ദൈവരാജ്യം അന്വേഷിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവരാജ്യം എത്ര പേര് അന്വേഷിക്കുന്നുണ്ട്? നാം നേടേണ്ടത് ആത്മാവിന്റെ രക്ഷയാണ്. കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നു, ഇവിടെ കയറി വരുവീ എന്ന സ്വരം കേൾക്കുന്നു. ഇവിടെ നിന്ന് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ നാം എത്ര പേർ ഒരുക്കപ്പെട്ടു? കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തുന്ന ഒരു ദിവസം വരാൻ പോകുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് ആകാശമേഘത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ എടുക്കപ്പെടും. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ വരവ് സത്യമായിരുന്നെങ്കിൽ യേശുവിന്റെ രണ്ടാം വരവും അതുപോലെ ഒരു യാഥാർത്ഥ്യമാണ്. കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങൾ എല്ലാം നിറവേറിയിരിക്കുകയാണ്. പ്രിയമുള്ളതെന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും യേശുവിന്റെ വരവ് സംഭവിക്കാവുന്ന അന്ത്യസമയത്ത് നാം ആയിരിക്കുന്നു. പാപത്തിൽ ജീവിച്ചാൽ, പാപത്തിൽ മരിച്ചാൽ നിത്യനാശത്തിലേക്കാണ് നാം പോകുന്നത്. എന്തിനാണ് യേശു ഒരിക്കൽ പ്രത്യക്ഷനായത്? അത് പാപത്തിന്റെ പരിഹാരം വരുത്താൻ വേണ്ടിയാ. എന്തിനാ യേശു ദൈവസന്നിധി പ്രത്യക്ഷനായിരിക്കുന്നത്? നമ്മുടെ പക്ഷത്ത് നിന്ന് നമുക്ക് വേണ്ടി വാദിക്കാനാണ്. എന്തിനാണ് യേശു രണ്ടാമത് വരുന്നത്? തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാണ്. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. താങ്ക് യു ലോർഡ്.